അതായത് കൊടൈക്കനാലിലെ ഗുണ കേവില്ലേ, അതേപോലത്തെ ഒരു ഐറ്റാട്ടോ അത്. ഇവിടുന്ന് അങ്ങ് താഴോട്ട് വീണാൽ തീർന്നു. ഹലോ ഗൈസ്, അങ്ങനെ അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് മിസോറി എന്ന് പറഞ്ഞ സ്റ്റേറ്റിലാണ്. ഞാനിത് മുന്നത്തെ വീഡിയോയിലൊക്കെ മുസോറി എന്നായിരുന്നു പ്രൊനൗൺസ് ചെയ്തുകൊണ്ടിരുന്നത്. ആക്ച്വലി അത് മിസോറിയാണ് കേട്ടോ. മുസോറി നമ്മൾ പണ്ട് പഠിച്ച സംഭവമുള്ള ആ ഒരു ഫ്ലോയിൽ പറഞ്ഞു പോയതാണ്. ഇത് മിസോറി എന്ന് പറഞ്ഞ സ്റ്റേറ്റിൽ ബ്രാൻസൺ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് അറിയാം. ആക്ച്വലി ഞാൻ ഇന്ന് വലിയതായിട്ട് വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചിട്ടില്ല. ഇന്നലത്തെ വ്ളോഗോട് കൂടി ഈ ഒരു ട്രിപ്പ് എൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചായിരുന്നു. ഇന്ന് നമ്മൾ നേരെ നമ്മുടെ വീട്ടിലേക്ക് പോവാണ്. പക്ഷേ പോകുന്ന വഴിക്ക് നമുക്ക് ഒരു അടിപൊളി സ്ഥലമുണ്ട്. മാപ്പിൽ നോക്കിയപ്പം കണ്ടു. നമുക്കിത് പ്ലാനിലൊന്നുമില്ല, ജസ്റ്റ് പോകുന്ന വഴിയിൽ റൂട്ടിൽ തന്നെ തിങ്സ് ടു ഡു നോക്കിയ സമയത്ത് ഒരു സ്ഥലം കണ്ടതാണ്. സോ അവിടേക്ക് നമ്മളിന്നൊന്ന് കയറുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് വ്ളോഗ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് നമ്മളിപ്പം പോയിട്ട് അവിടെയുള്ള കാഴ്ചകളൊക്കെ ആയിരിക്കും ഈ വീഡിയോനകത്ത് ഉണ്ടാവുക മെയിനായിട്ട്. ഇന്നലെ മെഞ്ഞാന്നൊക്കെ ഭയങ്കര മൂടൽമഞ്ഞായിരുന്നു. പക്ഷേ ഇന്ന് അത്യാവശ്യം വെയിലൊക്കെ ഉണ്ട്. ചെറുതായിട്ട് മൈൽഡായിട്ട് തണുപ്പുണ്ട്. വലിയ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ വണ്ടി ഓടിച്ച് അത്രയും അടിപൊളി, ഒരു രക്ഷയില്ല. ടർബോ ഒക്കെ ആയതുകൊണ്ട് ചവിട്ടുമ്പോൾ ഒറ്റയടിക്ക് അങ്ങോട്ട് കയറുന്നുണ്ട്, ഒരു രക്ഷയില്ല. അപ്പം ഞങ്ങളെല്ലാം ഇവിടുന്ന് റൂമൊക്കെ വെക്കേറ്റ് ചെയ്തു. ഇനി നേരെ നമ്മൾ പോകുന്ന റൂട്ടിലെ കാഴ്ചകളൊക്കെ ആയിട്ട് നമ്മൾ അങ്ങനെ പോവാട്ടോ ചെയ്യുക. പിന്നെ എല്ലാം എടുത്ത് പാക്ക് ചെയ്തില്ലേ? എല്ലാം സെറ്റല്ലേ? ഓക്കെ, വെള്ളമൊക്കെ എടുത്ത് സെറ്റ് ചെയ്തു. ഓക്കെ, അപ്പം നമുക്ക് യാത്ര തുടരാം. ഓക്കെ, നമുക്ക് മാപ്പ് ഇടണം. മാപ്പ് ഫോൺ കണക്ട് ചെയ്തോ, ഞാൻ ഇത് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, റൂട്ട് നിനക്ക് ഷെയർ ചെയ്തിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് അതിനകത്ത് സുഹിതേട്ടന് ഇട്ടാൽ മതി. ലൊക്കേഷൻ അല്ലേ, ഗ്രൂപ്പിലിടാം. ഞാൻ ആ ഗ്രൂപ്പിലിട്ടേക്കാം. ഹായ്. അപ്പോൾ ലൊക്കേഷൻ കൊടുക്കണം. നീ അത് കൊടുത്തോ, ഷെയർ ചെയ്തോ? ഷെയർ ചെയ്തിട്ടാ, ഗ്രൂപ്പിലിട്ടുണ്ട്. ഓക്കെ, റോറിങ് റിവർ സ്റ്റേറ്റ് പാർക്ക് അല്ലേ, അങ്ങനത്തെ ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. പോകുന്ന വഴിക്കാണ്. ഇവിടെ നിന്നൊരു 2 hours, നിയർലി 2 hours ഡ്രൈവാണ് കേട്ടോ. അപ്പം നേരെ പോവല്ലേ? പോവാം. സോ ഗൈസ്, നമ്മളിപ്പം ഒരു ഹൈറ്റിലേക്ക് കയറുക കേട്ടോ. കയറിയിട്ടുണ്ട്. അതായത് ഒരു ചെറിയ ചുരം കയറുക എന്ന് പറയില്ല, അങ്ങനെയൊക്കെ കയറി ഇപ്പം അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ട്രിപ്പ് പോകുന്ന സമയത്ത് എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം എന്താ അറിയോ? കാരണം നമ്മുടെ നാട്ടിൽ, ഇന്ത്യയിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യുന്ന സമയത്ത് ഏത് റൂട്ട് പോകണം, പിന്നെ അതുപോലെ ഇച്ചിരി കൂടി മേലോട്ട്, അതായത് എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണെങ്കിൽ ലഡാക്കിലേക്കൊക്കെ പോകുന്ന സമയത്ത് ഏത് റൂട്ട് പോകണം, പിന്നെ ഏതൊക്കെ പെട്രോൾ സ്റ്റേഷൻസ് ഉണ്ട്, ഇത് മാത്രം നോക്കിയാൽ മതി. വലിയതായിട്ട് അങ്ങനെ ഇത് വേണ്ട ആവശ്യമില്ല. പക്ഷേ ഇവിടെ എനിക്ക് ഫീൽ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടെ ഭക്ഷണം കഴിക്കുന്നത്, പിന്നെ വണ്ടി സൈഡാക്കി നിർത്തുന്ന സ്ഥലം, അതായത് റെസ്റ്റിംഗ് ഏരിയ അവിടെ തന്നെ ഉണ്ടാവും, ഗ്യാസ് സ്റ്റേഷൻ, ഇതെല്ലാം നമ്മളൊരു റൂട്ട് പോവുകയാണെങ്കിൽ കറക്റ്റായിട്ട് നമ്മളത് പ്ലാൻ ചെയ്തിരിക്കണം. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ നാട്ടിലിപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ഞാനിപ്പോൾ ബൈക്ക് അടിച്ച് ഇങ്ങനെ പോകുന്ന സമയത്ത് പെട്ടെന്ന് എനിക്ക് വിശന്നു. ഓക്കെ, വിശന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും നോക്കി, അല്ലെങ്കിൽ പോട്ടെ, എനിക്കൊരു ഓടിച്ച് ഭയങ്കരമായിട്ട് മടുത്തു, അപ്പോൾ എനിക്കൊന്ന് സൈഡാക്കി നിർത്തണം. നമുക്ക് എവിടെ വേണമെങ്കിലും സൈഡാക്കി നിർത്തി പാർക്കിംഗ് ലൈറ്റ് ഇട്ടിട്ട് നിർത്താം. അതിപ്പോൾ സ്പേസ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒന്ന് ഇറക്കി നിർത്തിയിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള വണ്ടികൾ അതിൻ്റെ സൈഡിൽ കൂടി അങ്ങ് പോയിക്കോളും. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ആ ഒരു സംഭവമേ ഇല്ല. കാരണം ഇവിടെ അങ്ങനെ സൈഡാക്കി നിർത്താൻ പറ്റൂല. അതാണ് കാര്യം. ഇപ്പം ഇവിടെ വണ്ടിയൊക്കെ നിർത്തണം എന്നാണെങ്കിൽ പ്രോപ്പർ റെസ്റ്റിംഗ് ഏരിയയിലല്ലാതെ നമുക്ക് നിർത്താൻ പറ്റില്ല. പിന്നെ അതുപോലെ ഗ്യാസ് സ്റ്റേഷൻ്റെ അടുത്ത് തന്നെ ഈ സ്നാക്സും കാര്യങ്ങളൊക്കെ കിട്ടും. അല്ലാതെ നമുക്ക് യാതൊരു വിധ രക്ഷയില്ല, എവിടെ നിർത്താൻ പറ്റില്ല. അതൊക്കെ നിർത്തിയിട്ടുണ്ടെങ്കിൽ പോലീസ് കണ്ടിട്ടുണ്ടെങ്കിൽ പോലീസ് നല്ല കിടലനായിട്ട് നമുക്ക് ഫൈൻ അടിച്ചു പോകും. അതാണ് അവസ്ഥ. അതാണ് എനിക്ക് ഇവിടെ ഫീൽ ചെയ്തത് കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മുടെ നാട്ടിൽ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നത് ഇവിടെ പ്ലാൻ ചെയ്യുന്നതിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. അപ്പം അതിൻ്റെ ഒരു എന്താ പറയുക, ഒരു പോരായ്മ ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഈ ട്രിപ്പിലും കഴിഞ്ഞ ട്രിപ്പിലും ഒക്കെ. പക്ഷെ നമ്മളത് സെറ്റാക്കി. ഇപ്പോൾ ഏകദേശം ഒരു ഐഡിയ കിട്ടി, എങ്ങനെ നമ്മൾ ട്രിപ്പ് പ്ലാൻ ചെയ്യണം, എങ്ങനെ എന്തൊക്കെ നോക്കണം എന്നുള്ളൊരു ഏകദേശം ഒരു ട്രിപ്പിൻ്റെ ഒരു ഐഡിയ കിട്ടി. അപ്പോൾ ഇനി മുതൽ നമ്മൾ അങ്ങനെ ഒരു പ്ലാൻ ചെയ്തിട്ടായിരിക്കും. ഇപ്പം ഈ ട്രിപ്പ് തന്നെ പറഞ്ഞാൽ നമ്മൾ ഓക്കെ ഇന്നൊരു സ്ഥലമുണ്ട്, അവിടേക്ക് പോവാം, അത്രേ ഉള്ളൂ. ഏത് റൂട്ട് പോകണം അത്രേ ഉള്ളൂ.
ബാക്കി ഒന്നും നമുക്കറിയില്ല. സോ ഇനി നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് എവിടെയൊക്കെ നിർത്തി എങ്ങനെ എന്തൊക്കെ ചെയ്യണം. പിന്നെ കുറച്ച് സ്നാക്സ് ഐറ്റംസ് നമ്മുടെ കയ്യിൽ കരുതണം. ഇതൊക്കെ നമ്മൾ എന്താ പറയുക ഭയങ്കരമായിട്ട് നോക്കേണ്ട ഒരു കാര്യമാട്ടോ ഇവിടെ. സോ ഗൈസ് നമ്മൾ പെട്രോൾ അടിക്കാൻ കയറിയേക്കാണ്. ഒരു ചെറിയ കൺഫ്യൂഷൻ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ സുഹൃത്തേട്ടനോട് ചോദിക്കേണ്ടി വന്നു. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ പെട്രോൾ എന്ന് പറയില്ല, ഇവിടെ ഗ്യാസ് എന്നാണ് പറയാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ കാണിച്ചു തരാം ബെറ്റർ. താലം കൊണ്ടുപോകാനോ? ഇത് കണ്ടോ, ഇവിടെ ഡീസൽ, റെഗുലർ, പ്രീമിയം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഇത് ഡീസൽ, ഇതാണ് നമ്മുടെ പെട്രോൾ കേട്ടോ. ഇത് പ്രീമിയം പെട്രോൾ, ഇത് നോർമൽ റെഗുലർ പെട്രോൾ കേട്ടോ. ഓക്കെ, നമുക്ക് ആദ്യം മണ്ടത്തരം പറ്റിപ്പോയി. നമ്മുടെ ഈ സൈഡിലായിരുന്നു വിചാരിച്ചു, പക്ഷേ ആ സൈഡിലാണ്. ആദ്യം അപ്പുറത്തേക്ക് പോകണം. നമ്മുടെ സൈഡ് മാറിപ്പോയി. അവിടെയാ എന്താ പറയുക പെട്രോളിൻ്റെ ഇത് അപ്പുറത്തെ ഭാഗത്താ. ആ ഇത് പിടിക്ക്, ആൾക്കാർ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയെന്ന് തോന്നുന്നു. അപ്പോൾ ഓരോ മണ്ടത്തരങ്ങൾ ഇങ്ങനെ പറ്റുമ്പോഴാണല്ലോ നമ്മൾ ഓരോന്ന് പഠിക്കുക. അല്ല, വണ്ടി വാങ്ങിച്ചിട്ട് ആദ്യമായിട്ടാണ് പെട്രോൾ അടിക്കുന്നത്. കാരണം വണ്ടി വാങ്ങുന്ന സമയത്ത് അവർ ഫുൾ ടാങ്ക് ആയിട്ട് തന്നതാ നമുക്ക്. അല്ലടാ, എന്താ പറയുക, ഇന്ത്യൻ ഓടിക്കുന്ന സമയത്ത് നമ്മുടെ ഈ സൈഡിലാണെങ്കിൽ ഈ സൈഡിലാണ് പെട്രോൾ ഇത്. അതാ ഞാൻ നോക്കുന്നത്. ഞാൻ കാണാത്തോണ്ടാണോ? ഗൈസ്, നമുക്ക് റൈറ്റ് സൈഡിലാണ് പെട്രോളിൻ്റെത്. കോമഡി ആണല്ലോ ഈശ്വരൻ. അതാ ആ സൈഡിലാണ് ഇവർക്കൊക്കെ. പക്ഷേ ലെഫ്റ്റ് സൈഡിലാണ്. ഞാനതാ നോക്കുന്നത്. എല്ലാവരും ലെഫ്റ്റ് സൈഡ് കയറി ഓടിച്ചപ്പോ എന്തൊക്കെ നോക്കണം ഈശ്വരൻ. സത്യം ഇല്ല, ഫുൾ ടാങ്ക് അടിക്കുന്നത്. ആദ്യം ഇത് വെച്ചിട്ട് വേണം എടുക്കാൻ. ഗൈസ്, ആദ്യമായിട്ടാണ് ഒറ്റ കയറി പെട്രോൾ അടിക്കുന്നത് കേട്ടോ. അതിൻ്റെതായ തപ്പിക്കളിയാണ്. ഹോ, ഫൈനലി നമ്മൾ പെട്രോൾ അടിച്ചു. മെനക്കെട്ട പരിപാടി കേട്ടോ. അതെ, അവസാനം അടിച്ച് കിട്ടി. ഇതെല്ലാം കോമഡി ആയിട്ടുണ്ട്. നോക്കട്ടെ, പെട്രോൾ കയറിയോ നോക്കട്ടെ ആദ്യമോ. കയറിയിട്ടുണ്ട് 310, കുറച്ച് കൈമലായിട്ടോ. ഞാനുണ്ടല്ലോ നമ്മുടെ സൈഡിൽ, റൈറ്റ് സൈഡിൽ ഇതാകുന്ന സമയത്ത് ഈ സൈഡിലാണ്. അപ്പം ഞാൻ ആ സൈഡിലാണെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഇവിടെ ഉള്ള വണ്ടിയൊക്കെ നോക്കുമ്പോൾ എല്ലാവരും ലെഫ്റ്റ് സൈഡിൽ. ഓക്കെ, ലെഫ്റ്റ് സൈഡിൽ അടിക്കാൻ വിചാരിച്ച് ഞാൻ കയറി. സംഭവം നോക്കുമ്പോൾ അവിടെ കാണുന്നില്ല. ഞാൻ പിന്നെ തപ്പ, ഈശ്വര പെട്രോൾ അടിക്കാനുള്ള സംഭവം നമുക്കില്ലേ? അല്ല, ആദ്യമായിട്ട് വേണ്ട ഇച്ചിരി പെട്രോൾ കൈമലായി. പെട്രോൾ ഞാൻ തോന്നുന്നു. ഈശ്വര, പെട്രോൾ അവനെ അടിച്ചത്. ഇവിടെ പെട്രോൾ എന്ന് പറഞ്ഞിട്ട് ഞാൻ എഴുതിയിട്ട് ഒരു സാധനം പോലും കണ്ടിട്ടില്ല. ഗ്യാസൊന്നും ഉണ്ടെ പോട്ടെ. അത് സംഭവം എന്താ, റെഗുലർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടില് ഇത് പറയൂലേ, എന്ത് പ്രീമിയം ഉണ്ട്, റെഗുലർ ഉണ്ട്, ആ സംഭവമാണ്. പക്ഷെ ഇവിടെ പെട്രോൾ ആണോ ഡീസലിൻ്റെ എഴുതിയിട്ടുണ്ട്. പക്ഷെ മറ്റേത് റെഗുലർന്ന് മാത്രമേ എഴുതിയിട്ടുള്ളൂ. അതുകൊണ്ട് റെഗുലർ, പ്രീമിയം ഇത് മാത്രമേ എഴുതിയിട്ടുള്ളൂ. അപ്പം ഞാൻ പിന്നെ ഒന്നുകൂടി കൺഫേം ചെയ്തു സുഹിത്തേട്ടനോട്, സുഹിത്തേട്ടാ അത് തന്നെയല്ലേ എന്നുള്ളത്. എന്തായാലും വണ്ടി ഓടുന്നുണ്ട് ഗൈസ്. വണ്ടി നിന്ന് പോയിട്ടുണ്ടെങ്കിൽ കോൾ 911. അതന്നെ. എന്നാലും ഇനി തെറ്റൂല. ഇനി നമുക്ക് എപ്പോഴും വലതുവശം UDF ആലോചിച്ചാൽ മതി. പെട്രോൾ അടിക്കുമ്പോൾ UDF വലത്ത് ഭാഗത്ത്. ആദ്യം ഞാൻ ശങ്കിച്ച്, നമ്മൾ ആദ്യമായിട്ട് സ്കൂളിൽ പോലെ അതേപോലെയാ. ശരാ, എങ്ങോട്ട് പോകണം, എന്ത് ചെയ്യണം എന്നുള്ള അവസ്ഥയായി പോയി. ഓക്കെ, ഇല്ല, ഞാൻ ഇതിന് മുന്നേ ഞാൻ മറ്റേ ടെക്സസിൽ പോയപ്പോൾ ഞാൻ അടിച്ചിട്ടുണ്ട് സുഹിത്താറിൻ്റെ കൂടെ നിന്നിട്ടേ. അപ്പം കുഴപ്പമില്ലായിരുന്നല്ലോ. പക്ഷെ അപ്പം സുഹിത്താടൻ ഉണ്ടായിരുന്നു. സുഹിത്താറിന് നന്നായിട്ട് അറിയായിരുന്നു. അപ്പം പുള്ളിക്കാരൻ സാധനം എന്തിന് ടെൻഷനായിട്ട് ഞാൻ കാർഡ് ഇടുന്നവരെ തെറ്റിപ്പോയി. അറിയോ, കാർഡ് ഇടുന്ന വേറെ ഏതോ സ്ലോട്ട് കൊണ്ടിട്ട് ഞാൻ കാർഡ് ഇടുന്നത്. ഞാനും അതെ, ഞാൻ വിചാരിച്ചറിയോ, കാർഡ് പോയി, അയ്യോ പെട്ട്, നമ്മളിവിടെ ട്രാപ്പായി. ഞാൻ അങ്ങനെ വിചാരിച്ച്. പിന്നെ നോക്കി നമുക്ക് കൈയൊക്കെ ഇട്ടിട്ട് നൈസായിട്ട് കാർഡ് വലിച്ചെടുത്ത്.
ഓ ആ ഇങ്ങനെയൊക്കെ എല്ലാവരും ഒന്ന് പഠിക്കുക. ഇനി എന്തൊക്കെ പഠിക്കാനിരിക്കുന്നു. ഓക്കെ, ഇനി എന്തായാലും സുഹിത്താറിന് ഞാൻ ആ പെട്രോൾ അടിച്ച് ബില്ലെടുക്കുന്നവരെ അവിടെ കണ്ടിട്ടായിരുന്നു, പെട്ടെന്ന് കാണാണ്ടായി. അറിയില്ല, ചിലപ്പോൾ മുന്നേ പോയിട്ടുണ്ടാവും, ചിലപ്പോൾ വേറെ ഏതോ റൂട്ട് എടുത്തിട്ടുണ്ടാവും, അറിയില്ല ഏത് റൂട്ടാണ് പോയതെന്നുള്ളത്. സോ ഗൈസ്, അങ്ങനെ നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനി ഇവിടുന്ന് എന്താ ചെയ്യേണ്ടതെന്നുള്ളത് അവിടെ പോയി ചോദിച്ചിട്ടുണ്ട്, എന്തൊക്കെയാണ് ചെയ്യേണ്ട ആക്ടിവിറ്റീസൊക്കെ ഇവിടെ ഉള്ളതെന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഞങ്ങൾ നേരത്തെ കണ്ട ഒരു പുള്ളിനോട് ചോദിച്ചപ്പോൾ ഇവിടുന്ന് നേരെ നമുക്ക് വണ്ടി ഓടിച്ച് പോകാമെന്നൊക്കെയാണ് പറയുന്നത്. എന്തോ കേവോ അങ്ങനെ എന്തൊക്കെയോ ഉണ്ട്, വാട്ടർ റിവറോ അങ്ങനെ എന്തൊക്കെയോ ഉണ്ട് എന്നൊക്കെയാണ് പറഞ്ഞത്. പോയി നോക്കാം. സുഹൃത്തേടം ചോദിച്ചു വന്നിട്ടുണ്ട്. എന്താ പറഞ്ഞത്? അവിടെ വണ്ടി പാർക്ക് ചെയ്യുന്നില്ലേ, അവിടെ നിന്നാണ് നടന്നു പോയ റിവർ കാണാം, ഫിഷസ് ഒക്കെ കാണാം. അവിടെയാണ് ഫിഷിംഗ് ഉള്ളത്. ഓക്കെ, പിന്നെ എൻ്റെ പുള്ളി പറഞ്ഞു നമുക്ക് വണ്ടി എടുത്ത് തന്നെ പോവാന്ന്. അത് ആ വഴി അങ്ങനെ നേരെ പോകണം, വണ്ടി എടുത്ത് പോവാം നമുക്ക്. ഓ അത് ശരി, അവിടെ വണ്ടികൾ പോകുന്നുണ്ട്. ദേ അവിടെ കണ്ടോ, അവിടേക്കാണ് കേട്ടോ നമുക്ക് പോകേണ്ടത്. അപ്പോൾ അവിടേക്ക് നമുക്ക് വണ്ടി എടുത്ത് പോവാം. കിട്ടില്ല സ്ഥലം കേട്ടോ, ഒരു രക്ഷയില്ല. കാരണം എന്താ അറിയോ, ഇവിടെ ഇങ്ങനെ കിടക്കുക കേട്ടോ. ഒരാൾ അവിടെ മീൻ പിടിക്കുന്ന കേട്ടോ, ഒരാൾ മീൻ പിടിക്കുന്നു, ഒരാൾ മീൻ പിടിച്ച് അങ്ങോട്ട് പോകുന്നു. കുറേ പേര്, ചില ആൾക്കാർ അവിടെ പോയിട്ട് അപ്പുറത്തെ സൈഡിൽ ഗ്രില്ലടിക്കുന്നുണ്ട്. അങ്ങനെ റിലാക്സ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. അപ്പം ഇവിടുന്ന് അങ്ങ് എൻഡ് വരെ നമുക്ക് വണ്ടി ഓടിച്ച് പോകാൻ പറ്റും. അപ്പോൾ നമ്മൾ അവിടം വരെ ഒന്ന് പോയി നോക്കട്ടെ, അവിടെ എന്തൊക്കെയാണ് സ്ഥലം. എന്നിട്ട് അങ്ങ് അവിടെ നിർത്തിയിട്ട് നമുക്ക് മൊത്തം ഒന്ന് നടന്ന് കാണാം കേട്ടോ. എന്തോ ഒരു ആൾക്കാർ അറിയാതെ ഇവിടെ വന്ന് മീൻ പിടിക്കുന്ന ആൾക്കാർ. ആഹാ, അടിപൊളി. കുറേ ആൾക്കാരുണ്ട് കേട്ടോ, ഞായറാഴ്ചകൾ ആനന്ദകരമാക്കാൻ വേണ്ടി വന്നത്. ഇവിടെ മൊത്തം അങ്ങനെ ഇരിക്കാനുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. മീൻ പിടിച്ചിട്ട് അതന്നെ ഇവിടുന്ന് ഗ്രില്ലടിക്കുന്നു. കൊള്ളാല്ലേ? വാവ്, നൈസ്. മീൻ ഇഷ്ടം പോലെ ഉണ്ട്. ഇത് ഞങ്ങൾ പുറത്തിറങ്ങണ്ട കേട്ടോ. സാധനം കണ്ടോ, ഇവിടെ മീൻ വളർത്തുന്നതാണോ മീൻ കൃഷിയാണോന്ന് അറിയില്ല. ഇത് നിറച്ച് മീനാണ്, കണ്ടതാ നോക്കിയേ, ഫുള്ള് മീൻ കണ്ടോ. ഒരു സ്മെല്ലും ഉണ്ട് കേട്ടോ മീനിൻ്റെ. ഇതൊക്കെ മീന്. എനിക്ക് തോന്നുന്നത് എന്താ അറിയോ, ഇവിടെ ഫിഷിങ് ചെയ്യണമെങ്കിൽ ഇവിടെ ടിക്കറ്റ് എടുക്കേണ്ടി വരും. ഫിഷിങ് ചെയ്താൽ മീനിനെ കിട്ടുന്നുള്ള കാര്യം ഉറപ്പാണ്. ഇവിടുന്ന് പിടിച്ചിട്ട് അങ്ങോട്ട് ഇടുന്നതാണോ എന്നൊക്കെ സംശയമുണ്ട്. അറിയില്ല, നോക്കട്ടെ. അതെ ഉണ്ടോ, അതെ ഇതേ 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 നോക്കി നോക്കി നോക്കി. ഇതിനെ പൊരിച്ച് കിട്ടിയാൽ തിന്നൂലേ? ഓ, ഇവറ്റുങ്ങൾക്ക് ശ്വാസം മുട്ടുന്നുണ്ടാവും, ഇത്രയും പേര് ഒരുമിച്ച് നിന്നിട്ട് അല്ലേ. ഓ, ട്രക്കിംഗ് ഉണ്ട് അല്ലേ അവിടേക്ക്. ഓ അമ്പ, എന്ത് രസമാണ് നോക്കിയേ. ഇത് നോക്കിയേ എൻ്റെ മോനെ, ചുറ്റിലും ക്ലിയർ വാട്ടർ കേട്ടോ. ഓക്കെ, പാങ്ങോങ് ലേക്കില്ലേ, അതിൻ്റെ കളറ് അതേപോലെ കിടക്കുന്നു. എന്ത് ഭംഗിയാ നോക്കിയേ. ഓ അവിടെ ഒരു കേവ് ഉണ്ട് കേട്ടോ. അതെ ആ നടു സെൻറ്ററിൽ കണ്ടോ, അതൊരു കേവാട്ടോ. നമ്മളിപ്പോൾ അങ്ങോട്ടേക്കാണ് പോകുന്നത്. ഒരു വലിയൊരു മീൻ കിടക്കുന്നുണ്ടതേ. ഓ, ഇതിനകത്തൊക്കെ നിറച്ച് മീനാ കണ്ടോ. അതാ ഇതിനകത്തൊക്കെ നിറച്ച് മീനാ. എന്താ സംഭവം എനിക്ക് മനസ്സിലാകുന്നില്ല. എൻ്റെ ഒരു ഊഹം വെച്ച് പറയുകയാണെങ്കിൽ ഇവിടെ മത്സ്യകൃഷിയുണ്ട്. ഓക്കെ, അപ്പോൾ ഫിഷിങ്ങിന് വേണമെങ്കിൽ ഇവിടെ ടിക്കറ്റ് എടുക്കേണ്ടി വരും. അപ്പം ടിക്കറ്റ് എടുക്കുന്നു, എന്താ പറയുക, ചൂണ്ടട്ട ഉറപ്പായിട്ട് മീൻ കിട്ടും. ആ ഒരു സെറ്റപ്പിലാണ് ഇവിടെ എല്ലാം ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു അങ്ങനെ ആയിരിക്കുന്നു കേട്ടോ. എന്തായാലും നെക്സ്റ്റ് വീക്ക് മാക്സിമം നമ്മൾ വരാൻ നോക്കും കേട്ടോ. അടുത്ത ശനി ഞായറുണ്ട്. അപ്പം മാക്സിമം നമ്മൾ വരാൻ നോക്കും. ചൂണ്ടൊക്കെ നമുക്ക് വാങ്ങണം, നൈസായിട്ടൊരു ചൂണ്ടൊക്കെ വാങ്ങണം. ഫിഷിംഗ് ലൈസൻസ് നമുക്ക് ഉള്ളതുകൊണ്ട് പിന്നെ പ്രശ്നമില്ല. കാരണം സ്റ്റേറ്റ് ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫിഷിംഗ് ലൈസൻസ് എടുത്തിട്ടുണ്ടായിരുന്നു. അതിവിടെ നിർബന്ധമാണ് ഫിഷിംഗ് ലൈസൻസ് എടുക്കണമെങ്കിൽ. സ്റ്റേറ്റ് ആയിട്ട് എടുക്കണമെങ്കിൽ ഫിഷിംഗ് ലൈസൻസ് ഇവിടെ നിർബന്ധമാണ്. സോ ഞാനും ആ പറഞ്ഞ് എടുത്തിട്ടുണ്ട്, ഇവരെടുത്തിട്ടില്ല. എന്തായാലും നമ്മൾ മുന്നോട്ട് അങ്ങോട്ട് പോയി നോക്കട്ടെ കേട്ടോ. ഗൈസ്, ഇതാണ് നമ്മുടെ ഗ്ലൂക്കോസ് പൊടി. ഗ്ലൂക്കോസ് പൊടി
ആഹാ എന്ത് രസം അറിയോ, തെളിനീര് വെള്ളം എന്ന് പറയൂലേ അതെ, അതാണ് ഇവിടെ. എനിക്ക് തോന്നുന്നു വിൻ്റർ ഇങ്ങോട്ട് കടുത്തിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ഐസാവാൻ ചാൻസ് ഉണ്ട്. നമുക്ക് വന്ന് കാണാം എന്തായാലും, അതെന്തായാലും ഉറപ്പാണ്. വന്ന് നമുക്ക് എന്തായാലും കണ്ടിരിക്കും ഇതൊക്കെ. ഓ ഇപ്പോഴൊരു സന്തോഷമായത്, തൊട്ടടുത്ത് ഇത്രയും സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ. വണ്ടി എടുത്ത് വന്നപ്പോഴാണ് നമുക്ക് കാര്യങ്ങളൊക്കെ അറിയുന്നത്. നോക്കിയേ, ഒരു വലിയൊരു കേവ് ആട്ടോ അത്. അതിൻ്റെ മുകളിലും ആൾ നിൽക്കുന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ മുകളിലേക്കും പോകാം. ഇവിടം വരെ നമുക്ക് പോകാൻ പറ്റും, ഇവിടുന്ന് അങ്ങോട്ട് പോകാൻ പറ്റില്ല കേട്ടോ. എൻ്റെ മോനെ എന്ത് കളറാ നോക്കി, എന്ത് ഭംഗിയാ നോക്കി. നമ്മൾ നിൽക്കുന്നത് ഇപ്പം ഈ സ്ഥലത്താണ്. ഓക്കെ, ആക്ച്വലി ഇതിൻ്റെ ആഴം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് അങ്ങോട്ട് പോകുന്നതിനനുസരിച്ച് ഇത് കണ്ടോ, ഇത്രയും ആഴത്തിലാണ് പോകുന്നത്. അതായത് ഏകദേശം 225 അടി താഴ്ചയിൽ ആദ്യം 1979 ഡൈവേഴ്സ് ആദ്യം കണ്ടുപിടിച്ചത് 225 അടി താഴ്ചയിലായിട്ടായിരുന്നു. പിന്നെ 2021 പിന്നെ വേറെ ഡൈവേഴ്സ് വന്നിട്ട് പിന്നെയും താഴോട്ട് പോയ സമയത്ത് നോക്കുമ്പം 472 അടി വരെ അവർ താഴോട്ട് പോയി. അത് ഏകദേശം എന്ന് പറഞ്ഞാൽ സ്റ്റാച്യു ഓഫ് ലിബർട്ടി ഇല്ലേ, അതിൻ്റെ അത്രയും ഡീപ്പ്, അത്രയും ഇതിനാഴം എന്നാണ് ഇപ്പോൾ ഉള്ളത്. പക്ഷേ അതിൻ്റെ അടിയിലേക്കും അൺഎക്സ്പ്ലോർഡ് ആയിട്ടുള്ള സ്ഥലങ്ങളാണ് ഇവിടെ ഉള്ളത് കേട്ടോ. ഓ മൈ ഗോഡ്, ദിസ് ഈസ് ഇൻട്രസ്റ്റിംഗ്. അതായത് കൊടൈക്കനാലിലെ ഗുണ കേവ് ഇല്ലേ, അതേപോലത്തെ ഒരു ഐറ്റാട്ടോ അത്. കാരണം ഇതിന് ആക്ച്വലി സ്പീക്കിംഗ് എത്ര അടി ആഴത്തിൽ ഇത് ഉണ്ട് എന്നുള്ളത് ഇപ്പോഴും കണ്ടുപിടിച്ചിട്ടില്ല. ഇപ്പം മാക്സിമം പോയേക്കുന്നത് 472 അടി താഴ്ചയിലേക്ക് മാത്രമാണ്. അതിൻ്റെ അടിയിലേക്ക് പോകാൻ ഡൈവേഴ്സിന് ഇതുവരെ പറ്റിയിട്ടില്ല. ഓക്കെ, അതായത് ഞാൻ പറഞ്ഞില്ലേ നേരത്തെ പറഞ്ഞ പോലെ സ്റ്റാച്യു ഓഫ് ലിബർട്ടി, നിങ്ങൾ ഇത് ഈ സംഭവം കണ്ടിട്ടുണ്ട്, എന്ത് മനോഹരം അല്ലേ. പക്ഷെ ഇതിൻ്റെ അടിയിലോട്ട് ഇത്രയും ഡീപ്പാന്നുള്ളത് അത് കേൾക്കുമ്പോണ്ടല്ലോ, ഓ അല്ലല്ല, അത് ഇതിൻ്റെ ഉള്ളിലോട്ടാണ്, ഈ കേവിൻ്റെ ഉള്ളിലോട്ടേക്കാണ്. അതായത് ഇതൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇന്നലത്തെ വ്ളോഗ്, അതായത് കഴിഞ്ഞ വ്ളോഗിൽ കണ്ടവർക്ക് മനസ്സിലാവും, നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഒസാർക്ക് മൗണ്ടൻ റീജിയൻ എന്നാണ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇതൊക്കെ ഈ ഒരു ഒസാർക്ക് മൗണ്ടൻ റീജിയൻ്റെ ഭാഗമാണ് കേട്ടോ. അപ്പം ഇത്രയും അടി ആഴത്തിലേക്ക് ഇതുണ്ട് എന്ന് പറഞ്ഞ് കേട്ടപ്പം ഒരു അതിശയമായിട്ട് തോന്നി കേട്ടോ. ഓ ഇതുപോലത്തെ എത്രയോ, അതായത് ഈ അവിടെ എഴുതി വെച്ചേക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ എന്താ പറയുക, ഒരുപാട് സ്പീഷീസിന് ഇതിൻ്റെ അടിയിൽ ജീവിക്കുന്നുണ്ട് എന്നാണ്. അതായത് മറ്റേ എന്താ സിംബിയോട്ടിക്കോ അങ്ങനത്തെ സാധനം അറിയില്ലേ, അങ്ങനെ എന്തോ ഒരു, അതായത് ചെറിയ ചെറിയ സൂക്ഷ്മജീവികൾ ഇതിനകത്ത് ഇഷ്ടംപോലെ സൂക്ഷ്മജീവികൾ താമസിക്കാൻ അതെന്താ കണ്ടുപിടിച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്തായാലും ഇതൊരു കേട്ടപ്പം അത് തൊട്ടടുത്ത് പോയി കണ്ട സമയത്ത് വലിയൊരു അതിശയമായി തോന്നി കേട്ടോ. അതും എന്ത് ബ്യൂട്ടിഫുൾ അറിയത്, ഒന്നും പറയാനില്ല കേട്ടോ, ഭയങ്കര ഇഷ്ടമായി ഇത്. എന്തായാലും ഞങ്ങൾ ഈ ഭാഗത്തേക്കൊക്കെ എന്തായാലും ഒന്നും കൂടി വരും. വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഫിഷിങ് ചെയ്യുന്നതും ഹൈക്കിങ് ചെയ്യുന്നതും ഒക്കെ ആയിട്ടുള്ള വീഡിയോസ് എന്തായാലും വരും എന്നുള്ള കാര്യം ഷുവറാണ് കേട്ടോ. അപ്പം ഇവിടെ കണ്ടോ, ഇതിൽ കയറിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും ടോപ്പിലേക്കും പോകാം. ഹൈക്കിംഗ് ട്രെയിൽസ് ആണ് കേട്ടോ അതൊക്കെ. എന്താണ് സുജിത്തേട്ടൻ പോവാണോ, എന്തുപറ്റി? ഓ ശരിയാ. ആക്ച്വലി സുജിത്തേട്ടന് ഇന്ന് ഞായറാഴ്ച കേട്ടോ. അപ്പോൾ സുജിത്തേട്ടൻ ഇന്ന് അവിടെ വീട്ടിൽ പോയിട്ട് കുറച്ച് അത്യാവശ്യമുണ്ട്. അപ്പം സുജിത്തേട്ടൻ പോവാമെന്ന് പറഞ്ഞു. തൊട്ടടുത്ത് തന്നെ, ഇനിയിപ്പോൾ 45 മിനിറ്റും കൂടി ഉള്ളൂ. അപ്പോൾ ഞങ്ങളിവിടെ മൊത്തത്തിലൊന്ന് എക്സ്പ്ലോർ ചെയ്ത് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി പഠിച്ച് എന്നിട്ടൊക്കെ പതുക്കെ പോകുന്നുള്ളൂ. നോക്കാം നമുക്ക് എന്തായാലും. സുജിത്തേട്ടാ, അപ്പോൾ ഞങ്ങളിവിടെ ഒന്ന് പഠിച്ചിട്ട് കാര്യങ്ങളൊക്കെ ഒന്ന് അറിയട്ടെ എന്താ സംഭവം എന്നുള്ളത്. ഓക്കെ. അല്ല ഞങ്ങളെന്തായാലും ഇവിടം വരെയൊക്കെ മാക്സിമം അവിടം വരെയൊക്കെ പോകുള്ളൂ. 15 മിനിറ്റേ ഉള്ളൂ ആണോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ജസ്റ്റ് പോയി നോക്കാം. ഫിഷിങ്ങിൻ്റെ ഒക്കെ നമുക്ക് എന്തായാലും ചൂണ്ടൊക്കെ വാങ്ങിച്ചിട്ട് സെറ്റാക്കാം, പൊളിക്കാം. അപ്പോൾ ശരി, വൈകുന്നേരം കാണാം. തൊട്ടടുത്തല്ലേ? ഇരുട്ടാകുന്നതിന് മുന്നേ വന്നോളൂ.
അത്രേ ഉള്ളൂ. ഹലോ ബൈ. ക്ലൂക്ലൂസ് പൊടി ഇതേ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഫുഡ് കഴിക്കാണ് ഗൈസ്. ഓക്കെ, അപ്പോൾ ശരി, ബൈ ബൈ. ഓക്കെ. സോ സുഹിത്തേട്ടൻ പോയിട്ടോ. അപ്പം നമ്മൾ ഇവിടെയുള്ള ട്രക്കിംഗ് ട്രയൽസിലേക്കൊന്ന് കയറിയിട്ടുണ്ട്. ജസ്റ്റ് ഒരു 15 മിനിറ്റേ ഉള്ളൂ, 2 മൈലേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പം ഒന്ന് പോയി നോക്കാം. ഇപ്പോഴാണ് എനിക്കൊന്ന് ഇൻട്രസ്റ്റിംഗ് ആയത്. ട്രക്കിംഗ് ഒക്കെ വന്നപ്പോഴേ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഈ സ്ഥലം. നമുക്ക് ട്രക്ക് ചെയ്യാം, ക്യാമ്പ് ചെയ്യാം, ഫിഷ് ചെയ്യാം, ക്യാമ്പ് ഫയർ ചെയ്യാം, ഇടാം. അടിപൊളി കേട്ടോ. എന്താ? യെസ്, എല്ലാം ഒറ്റ കുടക്കീഴിൽ എന്ന് പറയില്ല, അതുപോലെ ഈ ചെറിയ മക്കൾ വരെ ട്രക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. നമുക്കറിയാം നമ്മുടെ സ്റ്റാമിന കുറഞ്ഞോ കൂടിയോ എന്നുള്ളത്. Hey, hey, say hi. Hi. Say hi, hi. അവരുടെ ഇന്നറിയാം നമുക്ക് നമ്മുടെ സ്റ്റാമിന എത്രത്തോളം ഉണ്ടെന്ന്. കുറേ കാലമായില്ലേ ട്രക്ക് ചെയ്തിട്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാട്ടിൽ ഇവിടേക്ക് വരുന്നതിൻ്റെ മുന്നേ നമ്മൾ ജിമ്മിലൊക്കെ പോയി അത്യാവശ്യം സ്റ്റാമിനയൊക്കെ ആയി സെറ്റായി ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇവിടെ വന്ന് ഒരു 1.5 മാസം ജിമ്മിൽ പോയി. പക്ഷേ പിന്നെ പോകാൻ പറ്റില്ല, തണുപ്പ് ഭയങ്കരമായിട്ട് കൂടി. അപ്പം നമുക്ക് ജിമ്മിലേക്കൊന്നും പോകാൻ പറ്റില്ല. പിന്നെ ഫുഡൊന്ന് ചെറുതായി താളം തെറ്റി. അപ്പം അതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. അതെനിക്ക് നന്നായിട്ട് എഫക്റ്റ് ചെയ്യുന്നുണ്ട്, കിതയ്ക്കുന്നുണ്ട്. വിച്ച് മീൻസ് നമ്മൾ എക്സസൈസ് ചെയ്യേണ്ടിയിരിക്കുന്നു. ഓക്കെ, അത് തിരിച്ച് പിടിക്കാവുന്നേ ഉള്ളൂ, സീനില്ല. ഇപ്പം എന്തായാലും വലിയ സീനില്ല, നടന്നു പോകുന്നുണ്ട്. അതെ കണ്ടാ, താഴോട്ടുള്ള വ്യൂ ഉണ്ടോ? ഞാൻ പറഞ്ഞില്ലേ, ഈ റോക്കൊക്കെ കണ്ടോ, ഇങ്ങനെ സ്റ്റെപ്പ് പോലെ. ഇവിടെയുള്ള എല്ലാ മൗണ്ടെയ്ൻസും ഈ ഒരു ഇങ്ങനെയാണ് ഫോമാറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് കേട്ടോ. സ്റ്റെപ്പായിട്ട്. നമ്മുടെ നാട്ടിലെ പോലെ ഒറ്റ വലിയ റോക്കല്ല. ഇതേ കണ്ടോ, അവിടെ കണ്ടോ, ഇങ്ങനെ സ്റ്റെപ്പ് പോലെ പാളികളായിട്ടാണ് ഈ റോക്ക് ഫോർമേഷൻ നടന്നത്. ഇത്രയും വലിയ മലയുടെ അടിയിലോട്ട് അത്രയും ആഴുണ്ടെന്ന് പറയുമ്പോൾ പെട്ടെന്ന് കേൾക്കുമ്പോൾ ഒരു വിശ്വസിക്കാൻ ഒരു ചെറിയൊരു പാട്. പക്ഷെ അവിടെ എഴുതി വെച്ചേക്കുന്നത് കണ്ടപ്പോഴേ ഒന്നും പറയാല്ല, കിട്ടില്ല. നമ്മളെ ഗുണാക്കേവ് പോലെ വീണ തീർന്ന്. ഇവിടുന്ന് ശരിക്കും ഇവിടുന്ന് കറക്റ്റ് കാണാൻ പറ്റും കേട്ടോ. അതാ കണ്ടോ, ഈ ഒരു ഇടുക്ക് കണ്ടതാ, ഇതിൻ്റെ അതിൻ്റെ അടിയിലാണ് നമ്മൾ നേരത്തെ പോയി നിന്നേ. ഇവിടുന്ന് അങ്ങനെ താഴോട്ട് വീണ തീർന്ന്. നീല കളർ വെള്ളം നോക്കിയേ, ഇത് കണ്ടോ. ആക്ച്വലി ഇതിൻ്റെ കണ്ടോ, ഇതിൻ്റെ ഉള്ളിൽ കൂടിയൊക്കെ വെള്ളമുണ്ട് കേട്ടോ. അണ്ടർഗ്രൗണ്ട് വാട്ടർ ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ. ഉള്ളൊരു ഗുഹ ഉണ്ടതാ, ഈ പാറേൻ്റെ മുകളിൽ കൂടി ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഒറ്റ വീഴുന്നൊക്കെ ഉണ്ട്. കിടിലാണ് കേട്ടോ. ഇതെങ്ങനെയാണ് ഇവിടെ മിസോറി കേവ്സ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതെങ്ങനെയാണ് കേവ് ഉണ്ടാകുന്നതെന്നാണ് ഇവിടെ ചെയ്തേക്കുന്നത്. അതായത് അണ്ടർഗ്രൗണ്ട് വാട്ടർ ഇങ്ങനെ റോക്കിൻ്റെ സൈഡിൽ കൂടി ഇങ്ങനെ ശക്തിയായ സ്പീഡിൽ ഇങ്ങനെ ഒഴുകി കുറേ വർഷങ്ങളെടുത്തിട്ടായിരിക്കും കേട്ടോ. ഇങ്ങനെ സ്പീഡിൽ ഒഴുകി അങ്ങനെയാണ് ഈ കേവ് ഉണ്ടാകുന്നത് കേട്ടോ. അതാണ് ഇപ്പോഴും ആ ഗുഹകളിലൊക്കെ ഇപ്പോഴും ആ ഉറവ, അതായത് വെള്ളം നിൽക്കൂലേ, അതിപ്പോഴും കാണുന്നത്. അതുകൊണ്ടാണ് വെള്ളം ഇങ്ങനെ സ്പീഡിൽ അണ്ടർഗ്രൗണ്ട് വാട്ടർ ഇങ്ങനെ പോയിട്ടാണ് ഈ കേവുകൾ ഉണ്ടാകുന്നത്. അതാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത് കേട്ടോ. എന്തായാലും നമ്മൾ ഈ ഒരു വാക്കിംഗ് ട്രയൽസ് കണ്ടിന്യൂ ചെയ്ത് പോവുകയാണ്. തൊട്ടടുത്ത്, അതായത് മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല എന്ന് പറഞ്ഞിട്ടൊരു ഇത് കേട്ടിട്ടുണ്ടോ? അല്ല, നമ്മുടെ കേസിൽ ഇപ്പോൾ പറയുകയാണെങ്കിൽ അത് അല്ല, എന്നാലും ഞാൻ പറയാം. തൊട്ടടുത്ത്, അതായത് ഇവിടുന്ന് 45 മിനിറ്റേ ഉള്ളൂ. അർക്കൻസൈൻ തൊട്ടടുത്ത് തന്നെയാണ്. ഇത്രയും നല്ല സ്ഥലം ഉണ്ടായത് ഞാൻ ഇന്ന് അറിയുന്നത്. അതായത് ഇൻ ദ സെൻസ് ഇന്ന് നമ്മൾ അവിടുന്ന് ഇന്നലെ ഞങ്ങൾ രാത്രി ഇത് നോക്കുമ്പോൾ, അട്രാക്ഷൻസ് നിയർ ബൈ നോക്കുമ്പോൾ
അന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഇത്ര അടിപൊളി സ്ഥലം ഉണ്ടെന്ന്. അപ്പം നമുക്ക് ഇവിടെ കുറേ ഒറ്റ ദിവസം കൊണ്ട് ചിലപ്പോൾ മൊത്തം എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. പക്ഷേ ഇവിടേക്ക് നമ്മൾ വരുന്നതായിരിക്കും. ഒരു ക്യാമ്പിംഗ് വീഡിയോ നമ്മളെ വണ്ടിയിൽ വന്നിട്ട് നമ്മൾ ബെഡ് സ്പേസ് ഒക്കെ ഉണ്ടല്ലോ നമുക്ക് ബാക്കിൽ, അപ്പം അതൊക്കെ വെച്ചിട്ട് എന്തായാലും നമ്മളൊരു വണ്ടീൻ്റെ ഉള്ളിൽ തന്നെ താമസിക്കുന്ന മാതിരി അങ്ങനത്തെ ഒരു സെറ്റപ്പിൽ ഒരു വീഡിയോ എടുക്കാൻ എനിക്ക് പ്ലാൻ ഉണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണ് അതൊക്കെ. അപ്പോൾ എന്തായാലും അതെന്തായാലും നമ്മൾ പ്ലാൻ ചെയ്യും കേട്ടോ. അടുത്ത വീഡിയോസിൽ നിങ്ങൾ ഈ വീഡിയോസ് കഴിഞ്ഞിട്ടുള്ള അടുത്ത വീഡിയോസുകളൊക്കെ ആയിട്ട് ആ വീഡിയോസ് എന്തായാലും കാണും, അത് ഉറപ്പാണ്. അപ്പം ഇപ്പം നമുക്ക് കയ്യിൽ വണ്ടി ഉള്ളതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് പറയാം എന്തായാലും കാണുന്നുള്ളത്. അതിനെ പറ്റിയൊരു വണ്ടി തന്നെയാണ് നമ്മൾ എടുത്തത്, അപ്പോൾ പിന്നെ കുഴപ്പമില്ല. എനിവേ ഇതേ ഇവിടെ എത്തി. നമുക്ക് ഇവിടുന്ന് ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട്. അതായത് നേരത്തെ നമ്മൾ എത്തി അടിയിൽ വന്നില്ലേ ആ സ്ഥലം കേട്ടോ. ആ സ്ഥലം താഴോട്ട് നോക്കി തന്നെ കാണാൻ പറ്റും. അതായത് ഇവിടെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ കണ്ടോ, ഇവിടെ ഒരു ഇത് എഴുതി വെച്ചിട്ടുണ്ട് സംഭവം. ഒരു ടർബൈനൊക്കെ വെച്ചിട്ട് ചിത്രമൊക്കെ വെച്ചൊക്കെ സാധനങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പണ്ടുള്ള ആൾക്കാർ, അതായത് കുറേ വർഷങ്ങൾക്ക് മുമ്പുള്ള ആൾക്കാർ ഈ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അണ്ടർഗ്രൗണ്ട് വാട്ടർ ഇങ്ങനെ ഫ്ലോ ചെയ്യുന്നുണ്ടെന്ന്. അപ്പോൾ ഇവർ ഒരു ജസ്റ്റ് ഒരു വീല് വെച്ചിട്ട് നമ്മൾ ഇപ്പം ഉള്ള പോലെ തന്നെ മറ്റേ ടർബൈൻ കറക്കിയിട്ട് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുമല്ലേ, ആ ഒരു മെത്തേഡ് വെച്ചിട്ട്, അതായത് ഇലക്ട്രിസിറ്റിയോ പിടിച്ചതിന് ശേഷം കേട്ടോ അതൊക്കെ ചെയ്യുന്നത്, അത് പണ്ടല്ല. എന്നിട്ട് പണ്ട് എന്താ പറയുക വീറ്റ്, പിന്നെന്താ പറഞ്ഞാൽ വേറെ എന്തായിരുന്നു ഇവിടെ കൃഷി ചെയ്തുകൊണ്ടിരുന്നത്, വീറ്റ് ഉണ്ട്, കോൺ, അതൊക്കെ എന്നിട്ട് ഗ്രൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതെ വീറ്റ് കോൺ ഇതൊക്കെ ഗ്രൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെയായിരുന്നു ഇലക്ട്രിസിറ്റി ഇവർ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് കേട്ടോ. അതാണ് ഇവിടെ എഴുതി വെച്ചേക്കുന്നത്. ഈ ഒരു സ്ഥലം ഒരു രക്ഷയില്ല. എന്താണ് ഇതിൻ്റെ വീൽ ഇവിടെ എവിടെയോ ഉണ്ട്, എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി അങ്ങോട്ട് പോകുമ്പോഴായിരിക്കാം. ഇപ്പോൾ ഇവിടെ ഒന്നും ഞങ്ങൾ കാണുന്നില്ല, താഴെ ഒന്നും ഞങ്ങൾ കാണുന്നില്ല, ഒരെണ്ണം പോലും താഴത്തതേ ഇവിടെ ഒന്നും കാണുന്നില്ല. പക്ഷേ അപ്പുറത്തേ ഉണ്ടെന്നാണ് തോന്നുന്നത്. നമ്മൾ നിൽക്കുന്നത് നോക്കുക ശരിക്കൊരു പാറേൻ്റെ മുകളിലാണ്. അതിൻ്റെ മുകളിൽ ജസ്റ്റ് പലക വെച്ചിട്ട് സാധനം ഉണ്ടാക്കിയെന്നേ ഉള്ളൂ. തെന്നി താഴെ പോയാൽ തീർന്ന്. ഈ കളറ് നോക്ക്, ഓ ജസ്റ്റ് താഴോട്ട് ഇറങ്ങാം കേട്ടോ. എനിക്ക് തോന്നുന്നു മൈക്കിൻ്റെ ചാർജ് തീർന്നു. അപ്പം പവർ ബാങ്ക് ഉണ്ട്, അത് വെച്ച് ചാർജ് ചെയ്യണം. എന്നിട്ട് നമ്മൾ താഴെ ഇറങ്ങിയിട്ട് നമ്മൾ അവിടെ കുറേ ആൾക്കാർ മീൻ പിടിക്കാൻ നോക്കണ്ടല്ലോ, അതൊക്കെ ഒന്ന് പോയി കാണണം. പിന്നെ കുറേ ആൾക്കാർ ഗ്രില്ല് ചെയ്യുന്നുണ്ട്, അതൊക്കെ ഒന്ന് പോയി കാണാം. എന്താ കാര്യങ്ങൾ എന്നൊക്കെ ഒന്ന് അറിഞ്ഞു വെക്കുന്ന നല്ലതാണല്ലോ. എന്നാൽ നമുക്കും ഇത് ചെയ്യാമല്ലോ പരിപാടികളൊക്കെ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ ഒരു കോട്ടേജ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ സ്റ്റേ നമുക്ക് വേണമെങ്കിൽ ബുക്ക്, നമുക്ക് സ്റ്റേ വേണമെങ്കിൽ ഇവിടെ ബുക്ക് ചെയ്യാം കേട്ടോ. ഇത് കണ്ടോ, ഇത് കണ്ടോ, അതൊക്കെ ഓരോരോ കോട്ടേജുകളാണ്. കുറേ അങ്ങോട്ടും കുറേ കോട്ടേജുകളുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇവിടെ ബുക്ക് ചെയ്യാം. ഓ നൈസ്, അങ്ങനത്തെ ഒരു ഓപ്ഷൻ കൂടി ഉണ്ട് കേട്ടോ. പക്ഷേ ഇതിനേക്കാൾ നല്ല എനിക്ക് വണ്ടി വെച്ചിട്ട് തന്നെ ഇവിടെ ആൾക്കാർ RV വെഹിക്കിൾ, ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞ പോലെ റീക്രിയേഷൻ വെഹിക്കിൾ ഉണ്ട്. അതായത് വലിയ ഒരു ബാക്കിൽ വലിയൊരു വണ്ടി നമ്മുടെ കാറ് വെച്ച് അറ്റാച്ച് ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെ കൊണ്ടുവരാൻ പറ്റും. ഓക്കെ, അപ്പം അതിനകത്ത് തന്നെ നമുക്ക് ബെഡ് ഉണ്ടാവും. പിന്നെ ഒരു ചെറിയൊരു സിംഗിൾ ബെഡ്റൂം എന്ന് പറയൂലേ, ആ സെറ്റപ്പ് ഉണ്ടാവും കേട്ടോ. അപ്പം അത് വേണമെങ്കിൽ നമ്മളത് വാടകയ്ക്ക് എടുക്കണം. വാടകയ്ക്ക് എനിക്ക് തോന്നുന്നു അത് അത്യാവശ്യം നല്ല റെൻ്റുള്ള സാധനമാണ്, അത്യാവശ്യം പൈസ ഉള്ള സാധനമാണ്. അപ്പം അതിൻ്റെ ഒന്നും ഇപ്പം തൽക്കാലം നമ്മൾ അതിനൊന്നും പോകുന്നില്ല. നമ്മൾ നമ്മുടെ വണ്ടിയിൽ തന്നെ കിടക്കാം. ഓക്കെ, അപ്പോൾ ഞങ്ങൾ താഴെ എത്തി കേട്ടോ. താഴെ എത്തിയപ്പോൾ എൻ്റെ മോനെ ഒരു വലിയൊരു ഇത് ഒറ്റയ്ക്ക് അവനങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അതാ ഒരു മീനെ കണ്ടോ, ഒറ്റയ്ക്ക് ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ. ഇത് എന്ത് മീനാണാവോ? എന്ത് റൗച്ചോ? ഓ ഓ ഓ ഓ ഓക്കെ, ഓക്കെ. അതുകൊണ്ടാണ് തോന്നുന്നു ഒരു കൊഴുപ്പുണ്ട് അവിടെ കൂട്ടിയിട്ട് വെള്ളത്തിന് കേട്ടോ. കാരണം അതിനൊക്കെ ഒരു സ്മെല്ലും വരുന്നുണ്ട്.
ഓ അത് ശരി. ഓക്കെ ഓക്കെ ഓക്കെ. ഇതേ കണ്ട താഴെ ആൾക്കാരിങ്ങനെ വെള്ളം പിടിക്കും. പക്ഷേ മീൻ പിടിക്കുന്നുണ്ടോ? മീനുണ്ടോ? ഓ ഇതേ കോരി എടുക്കുന്നു കേട്ടോ ചേച്ചി മീന. തൊട്ടടുത്ത് ഇങ്ങനെ കോരി എടുക്കുന്നു. നമുക്ക് അടുത്ത് പോയിട്ടൊന്ന് ഫോട്ടോ വീഡിയോ എടുത്തിട്ട് ചോദിച്ചാൽ പറ്റേ. Yeah. Oh. Nice. Get it in the sun. You can see Mm-hmm. ആക്ച്വലി ഇവരോട് ചോദിച്ച സമയത്ത് ഇവർ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മാർച്ച് മുതൽ നവംബർ വരെയുള്ള മാസങ്ങളിൽ നമുക്ക് മീനിനെ പിടിച്ചിട്ട് നമുക്ക് വീട്ടിലേക്ക് എടുക്കാം. ബാക്കിയുള്ള സമയങ്ങളിലൊന്നും പിടിച്ചിട്ട് എടുത്ത് കൊല്ലാനോ ഒന്നും പാടില്ല. പിടിച്ചിട്ട് വേണം ഇതിൽ തന്നെ ഇടാം. കാരണം ഇത് എന്താ പറയുക, ഇത് പ്രസവിക്കുന്ന സമയമാണ്. കണ്ടോ, അതിനുള്ള ഉത്തമ ഉദാഹരണമാണ് ഞങ്ങളുടെ മുമ്പിൽ. ഇത് കണ്ടോ, കുഞ്ഞു കുഞ്ഞു മീനിനെ കണ്ടതേ കണ്ടോ, ഇതിനകത്ത് കാണാൻ പറ്റും നിങ്ങൾക്ക്. കണ്ടോ, ആ നമ്മുടെ ട്രോളിങ് ആക്ച്വലി അതാണ് ട്രോളിങ് നിരോധനം എന്ന് പറയൂലേ. ട്രോളിങ് നിരോധനമാണോ അതോ ട്രോളിംഗ് ആണോ? ട്രോളിംഗ് നിരോധനം, അതെ, നാട്ടിലെ ട്രോളിംഗ് നിരോധനം അതാണ് ഇപ്പോൾ ഇവിടെ. കാരണം പിടിച്ചിട്ട് നമുക്ക് ഇതിനകത്തേക്ക് തന്നെ തരണം കേട്ടോ. മാർച്ച് മുതൽ നവംബർ വരെ ഉള്ള സമയങ്ങളിൽ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് പിടിച്ച് ഗ്രില്ലടിക്കാം, വീട്ടിലേക്ക് എടുത്ത് കൊണ്ടുപോകാം, അങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ. അതാണ് സംഭവം. എല്ലാവരും ഞാനത് നോക്കുന്നു, എല്ലാവരും പിടിക്കുന്നു എടുത്ത് കളയുന്നു. ഞാൻ വിചാരിച്ച ഒത്ത സൈസിന് കിട്ടാത്തതുകൊണ്ട് എടുത്ത് കളയുന്നതാണ്. അതെ, ഒരു വയസ്സായ അപ്പൂപ്പൻ പിടിക്കുന്നുണ്ടോ? അതെ, നമ്മുടെ നാട്ടിലെ അപ്പൂപ്പ. ഹായ് ഹായ്, ഹൗ ആർ യു? പുള്ളിക്കാരൻ ഇപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ഇതിൻ്റെ മുകളിൽ പണി ചെയ്ത് കൊടുക്കാൻ ഇതുവരെ ഒന്നും കിട്ടില്ല എന്നാട്ടാ പറഞ്ഞത്. കണ്ടോ, അതെ, ഒരെണ്ണം പോലും കൊത്തുന്നില്ല. കൊത്താൻ വേണ്ടി ഇങ്ങനെ വെച്ചേക്കാണ്. അതെ അവിടെ, അതെ കണ്ടോ, ഒരു പിങ്ക് കളറിലുള്ള സാധനം കണ്ടോ, അങ്ങനെ കൊത്താൻ വേണ്ടി വെച്ചേക്കാണ്. ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്യാണ് കൊത്തുമോ നോക്കിയിട്ട്. ഇത് കണ്ടോ, അതാ അപ്പുറത്തേക്ക് കണ്ടോ, ആൾക്കാർ മത്സരിച്ച് ചൂണ്ടിടുക എന്ന് പറയില്ലേ, അതാണ് കാണുന്നത്. കണ്ടോ, ട്രക്കിൽ ഒരു 1 2 3 ഒരു 5-6 ചൂണ്ടലെങ്കിലും ഉണ്ടാവും. അതും വെച്ച് വലയൊക്കെ ആയിട്ട് അപ്പാപ്പന്മാർ വന്നേക്കാം കേട്ടോ, ചൂണ്ടിട്ട് മീനെ പിടിക്കാൻ വേണ്ടിയിട്ട്. ഒരു ഹരം. ഇപ്പം വരുന്നവരെല്ലാവരും ഒരു ഫണ്ണിന് വേണ്ടി വരുന്നവർ മാത്രമാണ്. അതായത് മീനിനെ പിടിച്ച് തിന്നാനോ അങ്ങനെയൊന്നല്ല. പിടിക്കുന്നു കളയുന്നു, പിടിക്കുന്നു കളയുന്നു, ഇത് തന്നെ പരിപാടി. ഒരു ഹരം, അത്രേ ഉള്ളൂ. സോ ഗായ്സ്, അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവാം കേട്ടോ. നമ്മളിപ്പോൾ അവിടെയുള്ള അവിടെ ചുറ്റുപാടൊക്കെ ഇങ്ങനെ ഒന്ന് റൗണ്ട് അടിച്ച് കണ്ടു. ഒരുവിധം എല്ലാവരും മീനൊക്കെ പിടിച്ച് ആഘോഷിച്ച് തിരിച്ചെല്ലാവരും പോയി തുടങ്ങി കേട്ടോ. നാളെ തിങ്കളാഴ്ച ആയതുകൊണ്ട് എനിക്ക് തോന്നി ഇന്ന് ആരും ക്യാമ്പിംഗ് ഒന്നും ചെയ്യാനുള്ള ചാൻസ് ഇല്ല. സോ ഞായറാഴ്ച ഫ്രീ ടൈമുകളിലൊക്കെ വന്നിട്ട് ക്യാമ്പ് ചെയ്യാനും ഫിഷ് ചെയ്യാനും പറ്റിയൊരു സ്പോട്ടാട്ടോ അത്. സോ ഇനി നമ്മൾ നേരെ അർക്കൻസയിലേക്ക് പോകുന്നു. അർക്കൻസയിലേക്ക് ഇവിടുന്ന് ജസ്റ്റ് ഒരു 45 മിനിറ്റ്സേ ഉള്ളൂ. നമ്മൾ പോയിക്കൊണ്ട് ഓൺ ദ വേ ആണ്. ഇനി നമ്മൾ നേരെ പോകുന്നു, എവിടെയെങ്കിലും ഒരു ഇച്ചിരി ഫുഡ് കഴിക്കുന്നു, നേരെ റൂമിലേക്ക്. ഓക്കെ, അപ്പം ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരയ്ക്കും ബൈ.